ഹലോ ഫ്രണ്ട്സ്, അകലെ ഋതിക രാജുവിനോട് പറയുക, രാജു, ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഋതിക എന്നിട്ട് മനസ്സിൽ പറയുക, ആ ഡയറിയിൽ കൂടെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കും. അവർ തമ്മിലുള്ള അകലം ആ ഡയറിയിൽ കൂടെ തന്നെ തീരും. അനന്തംപിള്ള കളക്ടർ ശാലിനിയോട് പറയുക, സത്യം പറഞ്ഞാൽ രാജുവിനും അവൻ്റെ കുടുംബത്തിനും നിയമത്തിൻ്റെതായ യാതൊരു ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ മാഡം? ശരിയാ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. പിന്നെ എന്തിനാ മാഡം ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? പരാതിക്കാരിക്ക് അവരുടെ ആവലാതിക്കുള്ള പരിഹാരം 1 മണിക്കൂർ മുമ്പെങ്കിലും പരിഹരിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കാള പെട്ടെന്നറിഞ്ഞപ്പോഴേ കയറും കൊണ്ട് ഓടുവാണ് നമ്മുടെ കളക്ടർ ശാലിനി. ഒരുപാട് നന്ദിയുണ്ട് മാഡം. അഹങ്കാരവും ധിക്കാരവും കാട്ടുന്നവർക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ അവസരം കൊടുക്കരുത് മാഡം. ആ രാജുവിനും അവൻ്റെ വീട്ടുകാർക്കും നിയമ നടപടിയുടെ പവർ എന്താണെന്ന് മാഡം കാണിച്ചു കൊടുക്കണം. അതിനെന്താ, ഞാൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ അനന്തംപിള്ള വളരെ സന്തോഷത്തോടെ വീണ്ടും ശാലിനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അനന്തംപിള്ള പുറത്തോട്ട് വന്നിട്ട് മനസ്സിൽ പറയുക, എന്തായാലും ഈ സന്തോഷ വാർത്ത ഉടനെ തന്നെ രുക്മിണിയെ വിളിച്ച് പറഞ്ഞേക്കാം. ഈ സമയത്താണെങ്കിൽ കൊച്ചമ്മണിയെ രുക്മിണിയുടെ വീട്ടിൽ വന്ന് ജനലിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക. ആ സമയത്താണ് അനന്തംപിള്ളയുടെ ഫോൺ രുക്മിണിക്ക് വരുന്നത്. രുക്മിണിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ആ പറ അനന്തംപിള്ള സാറേ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി പറയും, ഏത് നേരം ഇവളിപ്പോൾ അനന്തംപിള്ളയുടെ ഫോണിലാണല്ലോ, ഇവിടെ ചാറ്റിങ്ങൊക്കെ കണ്ടിട്ട് ഇതിലെന്തോ ഉണ്ട്. രുക്മിണി കാണുന്നുണ്ട് കൊച്ചമ്മണി അവിടെ പതുങ്ങി നിൽക്കുന്നത്. നാശം, കോളിംഗ് ബെല്ലടിക്കാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അനന്തംപിള്ള ഫോണിൽ കൂടെ പറയുവാണ്, ഒരു സന്തോഷ വാർത്ത പറയാനാണ്. രാജുവിനും അവൻ്റെ വീട്ടുകാർക്കും എതിരെ ഉടൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഉടൻ തന്നെ നടപടി ഉണ്ടാകും. അത് കേട്ടതും രുക്മിണി സന്തോഷത്തോടെ വളരെ താങ്ക്സ് സാർ, താങ്ക്സ് വെരി മച്ച് എന്നൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട്. കൊച്ചമ്മണി അവിടെ നിൽക്കുന്നുണ്ട്, കൂടുതലോട്ട് പറയാനും പറ്റത്തില്ല. സാറേ, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. കൊച്ചമ്മണി അകത്തോട്ട് കയറി ചെന്നിട്ട് രുക്മിണിയോട് ചോദിക്കും, ആരായിരുന്നു രുക്മിണി ഫോണില്ല? ആ പഴയ മൊട്ടത്തലൻ ഭർത്താവായിരുന്നോ? നിങ്ങൾ എന്തുവാ പറയുന്നത്? പഴയ ഭർത്താവെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഭർത്താവുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അയ്യോ എൻ്റെ രുക്മിണി, ഉടക്കല്ലേ, അത്തരം അർത്ഥങ്ങളൊന്നും കൽപ്പിക്കുന്നവളല്ല ഞാൻ. എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്നാലേ ദയവായി നിങ്ങളും എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. മുണ്ടയ്ക്കലമ്മേ, ഇങ്ങനെ വെറുതെ അതുകൊന്നും പറഞ്ഞ് നടക്കരുത്. അയ്യോ രുക്മിണി, എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും തെറ്റിദ്ധരിക്കുന്നത്? കൊച്ചമ്മണി ഒരു സങ്കടമൊക്കെ അഭിനയിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല രുക്മിണി, ആരായിരുന്നു ഫോണില്? അത് മുണ്ടയ്ക്കലമ്മേ, നമ്മുടെ വാര്യത്തെ വിശാലാക്ഷി വാര്യരായിരുന്നു. ഓ, എനിക്ക് മനസ്സിലായി. കുടക്കമ്പിയിലെ ചക്കേരക്ക തേച്ച് കാണിക്കവഞ്ചിയിലെ പൈസ അടിച്ചു മാറ്റുന്ന ഗോവിന്ദ വാര്യരുടെ ഭാര്യ, അല്ലാതെ ആ മലവിഴുങ്ങി അനന്തംപിള്ളയല്ലല്ലോ. അയ്യോ, അനന്തംപിള്ളയോ? അയാൾ എന്തിനാ മുണ്ടയ്ക്കലമ്മേ എന്നെ വിളിക്കേണ്ടത്? അത് ശരിയാ രുക്മിണി, അയാൾ എന്തിനാ രുക്മിണിയെ വിളിക്കേണ്ട കാര്യം? വേണ്ട വല്യമ്മേ, സംശയം വെച്ച് ആവശ്യമില്ലാത്ത കഥയുണ്ടാക്കിയാലുണ്ടല്ലോ പിന്നെ നമ്മൾ തമ്മിലെ ടേംസ് അങ്ങ് മാറുവേ. രുക്മിണി പെസയ്യാൽ അറിയാലോ, പിന്നെ മഹാ പെസകായിരിക്കും. അപ്പോഴാ സമയത്ത് രുക്മിണിയുടെ ഫോണിലോട്ട് വീണ്ടും ഫോൺ കോൾ വരുന്നു. രുക്മിണി പെട്ടെന്ന് ഫോണും കൊണ്ട് മുകളിലോട്ട് കയറിപ്പോവുക. കൊച്ചമ്മണി അവിടെ നിന്ന് പരിഹാസച്ചിരിയോടെ പറയുക, കാട്ടാനയുടെ തലയിലല്ലേ കാലം കൂടെ ചൂടിക്കാൻ പോകുന്നത്? കളക്ടർ ശാലിനി അനന്തംപിള്ളയുടെ സിംഗിളി പെണ്ണിനെ വിളിച്ചിട്ട് പറയുന്നത്, പ്രതാപവർമ്മ ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു ക്രൈമാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 100% കറക്റ്റാ മാഡം. ഒരാളെ ഭീഷണിപ്പെടുത്തി വീടും പറമ്പും പിടിച്ചു വാങ്ങിക്കുക. ഇതെന്താ, ഇത് നാഥനില്ല കളരിയോ? ഈ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് അസാധുവാക്കണം. എന്നിട്ട് ആ വീട് 10 ദിവസത്തിന് ഒഴിഞ്ഞു കൊടുക്കാൻ കളക്ടർ ഓർഡർ ഇടുന്നു. അതിനുള്ള അറിയിപ്പൊക്കെ പെട്ടെന്നാക്കിക്കോണം. കഥയറിയാതെ തീക്കൊള്ളി കൊണ്ട് ശാലിനി പുറംചൊറിയാൻ പോവുകയാണ്. കൊച്ചമ്മണി തനിയെ ഇരുന്ന് പറയാം, എനിക്കിപ്പോഴാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണം. അന്യർക്കിട്ട് 5-6 പാര വെക്കാനുള്ള അവസരങ്ങൾ ഭഗവാനെ നീ ഉണ്ടാക്കി തരണേ. അപ്പോഴപരിചിതനായ ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ട് കൊച്ചമ്മണിയോട് ചോദിക്കും, ഇത് മിസ്റ്റർ രാജുവിൻ്റെ വീടല്ലേ? അയ്യോ, രാജുവിൻ്റെ വീട് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം വീടാ. അയാൾ കൊച്ചമ്മണിയോട് ചോദിക്കുക, അല്ല നിങ്ങൾ ഈ വീട്ടിലെ ആരാ? ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെയും കാരണോത്തിയ. എൻ്റെ പേര് കൊച്ചമ്മണി, പേർഷ്യയിലും ദുബായിലെ ഉദ്യോഗസ്ഥയാ ഞാൻ. എന്നാലേ ഉദ്യോഗസ്ഥയെ, ഈ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് വാ. അപ്പോൾ പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാമ്മേ? അറിയില്ല. അല്ല, നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ റവന്യൂ ഇൻസ്പെക്ടറാണ്. കളക്ടറുടെ ഓർഡർ അനുസരിച്ച് ഈ നോട്ടീസ് ഇവിടെ ഒട്ടിക്കാൻ വന്നതാ. കൊച്ചമ്മണിക്ക് ഉടനെ ഒരു സംശയം, അല്ല കളക്ടറുടെ വീട്ടിലെ ഉത്സവത്തിൻ്റെ നോട്ടീസാണോ? കലാപരിപാടികളിലൊക്കെ നാടകമോ ഗാനമേളയൊക്കെ ഉണ്ടോ? കൊച്ചമ്മണിയുടെ വർത്തമാനം കേട്ടിട്ട് പ്രിയയ്ക്ക് ദേഷ്യം വരും. അമ്മേ, അച്ഛാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എടി കാറി കൂവാതിരി, ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? കൊച്ചമ്മണി ആ വന്നിരിക്കുന്ന ആൾ ആരാണെന്നോ കൊണ്ടുവന്ന പേപ്പർ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇയാൾ നമ്മളെ അടുത്തൊന്നും വിഴുങ്ങിക്കളയൊന്നും ചെയ്യത്തില്ലല്ലോ.
എന്താ പ്രശ്നം എന്നും പറഞ്ഞ് വേണിവേട്ടന് രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചമ്മണി പറയാം, അച്ഛാ ദേണ്ട, ഇയാളിവിടെ എന്തോ നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. നോട്ടീസ് ഒട്ടിക്കാനോ? വേണിവേട്ടൻ ആ റവന്യൂ ഇൻസ്പെക്ടറോട് പറയാം, നോട്ടീസ് ഒട്ടിക്കാൻ വരട്ടെ, ഇത് എന്തൊരു മര്യാദ കേടാ. നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് വേണം എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാനായി വീടിന്റെ ഗൃഹനാഥൻ. അതെ, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഓർഡർ അനുസരിച്ച് ഇവിടെ വന്നതാ. ഇത് നിങ്ങൾ ബലമായി പിടിച്ചെടുത്ത വീടായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉടമസ്ഥന് വീട് വിട്ടുകൊടുക്കണമെന്ന്. അതാണ് ഈ ഓർഡർ. അയ്യോ, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണിത്. അതെന്തിനാ ഞങ്ങൾ തിരികെ കൊടുക്കുന്നത്? ഇത് എന്ത് ഓർഡറായത്? ഇതെന്താ വെള്ളരിക്കാപ്പട്ടണോ? വേണ്ടേ, എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. അഥവാ നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. കൊച്ചമ്മണി അഹങ്കാരത്തോടെ പറയാം, പോലീസിനെയൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ. ദുബായ് പോലീസിനെ വരെ കണ്ടിട്ട് വരുന്നവളാ ഞാൻ. അയാൾ ആ നോട്ടീസർ ഒട്ടിക്കാൻ ഒരുങ്ങുവാണ്. നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നത്? നേരും നെറിയുള്ളവർക്കൂടെ താമസിക്കാൻ പറ്റില്ലേ? വേണിവേട്ടൻ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ദാണ്ട രാജുവും ഹൃദയം കൂടെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വന്ന ആളാ നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞ് ഹൃദയ ഓടി വന്നിട്ട്, എന്താ അങ്കിളെ ഇത്? കൊച്ചമ്മണി പറയാം, ഇയാൾ താണ്ട കളക്ടറെ ഗുണാണ്ടറാണെന്ന്. ഏതാണ്ട് പാൽപ്പൊടിയുടേതാണെന്ന് തോന്നുന്നു നോട്ടീസും കൊണ്ട് വന്നിരിക്കുക. രാജു അപ്പം ആ ഓഫീസറോട് ചോദിക്കുന്നത്, എന്താ സാറേ, എന്താ പ്രശ്നം? പ്രശ്നം എന്നാണ്ട ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞതാ, വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നത് കളക്ടറുടെ ഓർഡർ പ്രകാരമാണ്. ഈ വീട് ഗുണ്ടായുസം കൊണ്ടും ബലപ്രയോഗം കൊണ്ടും നിങ്ങൾ പിടിച്ചെടുത്തതാണെന്ന് കളക്ടർക്ക് പരാതി തന്നിട്ടുണ്ട്. ആ പരാതി പിന്നെ ജെന്യൂൻ ആയതുകൊണ്ട് ഈ വീട് അതിന്റെ ഉടമസ്ഥനെ വിട്ടുകൊടുക്കാനാണ് ഓർഡർ. ഋതിക ചോദിക്കുന്നത്, നിങ്ങൾ എന്തോ പറയുന്നത്? വസ്തു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതാ. ഞങ്ങളെ പണം എണ്ണി കൊടുത്തിട്ടാ വാങ്ങിച്ചത്. അതെങ്ങനെയാ പിടിച്ചു വാങ്ങിച്ചതാകുന്നത്? അല്ല, ആരായി പരാതി തന്നത്? ആ നോട്ടീസ് അങ്ങ് കീറിക്കളഞ്ഞേ. ദാണ്ടേ, ആ നോട്ടീസ് അങ്ങനെ നിങ്ങൾ കീറിക്കളഞ്ഞാലേ നിയമ നടപടിക്ക് നിങ്ങൾ നേരിടേണ്ടി വരും. ഇതൊക്കെ എന്ത് നിയമം ഇവിടെ? അതെ, കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ. അതാണ് ഇപ്പോഴിവിടുത്തെ അവസ്ഥ. ആ വന്ന ഓഫീസർ പറയാം, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ള പരാതി കളക്ടറെ കണ്ട് നേരിട്ട് പറ, ഞാൻ എൻ്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ആ വന്ന ഓഫീസർ അങ്ങ് പോയി. ഋതു, ഫൈറ്റ് തുടരാനാണല്ലോ അവരുടെ പ്ലാൻ. അവർ തുടരട്ടെ രാജു, ഏതായാലും നമ്മൾ തോൽക്കില്ല. എന്തായാലും ഇപ്പൊ തന്നെ ഇത് അച്ഛനോട് പറയാം. വിഷമത്തോടെ നിൽക്കുന്ന രാധമ്മയും വേണുവേട്ടനെയും നോക്കിയിട്ട് ഋതിക പറയുന്നു, രാധമ്മയും അങ്കിളും വിഷമിക്കല്ലേ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയത് നമുക്കുള്ളതാ. ഋതിക പെട്ടെന്ന് രാജുവിനെ വിളിച്ചുകൊണ്ട് പ്രതാപന്റെ അടുത്തോട്ട് പോവുകയാണ്. ആ ദുഷ്ട പിശാചി കൊച്ചമ്മണി അവിടെ നിന്നുകൊണ്ട് പറയുക, ഇതുപോലത്തെ ഭൂകമ്പമാണ് എനിക്ക് വേണ്ടത്, എല്ലാരെയും വിറപ്പിക്കുന്ന ഭൂകമ്പം. ശ്രീലക്ഷ്മി കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഹരീഷ് അവളെ സമാധാനിപ്പിക്കുക. ഇപ്പോഴും നിന്റെ മുഖത്ത് ആ ദുഃഖം തന്നെയാണല്ലോ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? ആരെന്ത് ചെയ്താലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അങ്ങനെ കരുതിയ പോരെ? എങ്ങനെയാ ഹരീഷെ, കുഞ്ഞില്ലാതായതിന്റെ സങ്കടവും ദേഷ്യവും. എന്തായാലും എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ അവര്. പോട്ടെ ശ്രീലക്ഷ്മി, അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, അത് അവർ നടപ്പിലാക്കി. അവർ ആഹാരത്തിൽ കെമിക്കൽ ചേർത്ത് തന്നു. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ കുഞ്ഞില്ലാതായതിന് പകരം നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇല്ലാതായാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആ ചാപ്റ്റർ ക്ലോസ്. ആ കറുത്ത ദിവസങ്ങൾ കടന്നുപോയി. നീ ഇങ്ങനെ സങ്കടപ്പെടാ, ഒന്ന് ചിരിക്കു ശ്രീലക്ഷ്മി. എന്തായാലും അക്കാര്യത്തിൽ ദൈവം നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചുവെങ്കിലും മറ്റൊരു കാര്യത്തിൽ ദൈവം നമുക്ക് വലിയ സന്തോഷം തന്നില്ലേ? ആ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് അമ്മ എത്രമാത്രം ഇപ്പം നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് ജീവന ഇപ്പം നിന്നെ. ശരിയാ ഹരീഷ്, അത് ശരിയാ ശ്രീലക്ഷ്മി, നിന്റെ ജീവൻ എടുക്കാൻ പോകുന്നവളും അവള് തന്നെയല്ലേ? ഇതൊന്നും അറിയാതെ ഭാര്യയും ഭർത്താവും വലിയ സന്തോഷത്തിലിരിക്കുക. സത്യത്തിൽ ഞാനും അത്ഭുതപ്പെടുക ഹരീഷെ. ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നത് ഞാനിപ്പോഴും ഇവിടുത്തെ അമ്മയിൽ കൂടെയാ. ഈ അമ്മ ഇത്രയും നല്ലൊരു അമ്മയാണെന്ന് ഞാൻ ഇപ്പോഴാ ഹരീഷെ തിരിച്ചറിഞ്ഞത്. ശ്രീലക്ഷ്മി ഒരുപക്ഷെ അച്ഛനോട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അമ്മ ആകെ മാറിപ്പോയി. ഇത്ര തങ്കപ്പെട്ട സ്വഭാവമാണ് എൻ്റെ അമ്മയ്ക്കെന്ന് ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത്. നമുക്ക് കഴിഞ്ഞതൊക്കെ മറക്കാം, സ്നേഹിച്ച് ജീവിക്കാം. മോനെ ഹരീഷേ എന്നും പറഞ്ഞ് രുക്മിണി ആ കഥവ് തള്ളി തുറന്ന് ചിരിച്ചോണ്ട് ഓടി വരിക. എടാ മോനെ, രാധമ്മയുടെ ഭിത്തിയിലെ കളക്ടർ നോട്ടീസ് ഒട്ടിച്ചെന്ന്. 10 ദിവസത്തിനകം വീട് നമുക്ക് വിട്ടുതരണമെന്നാ കളക്ടറുടെ ഓർഡർ. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ആർത്ത് രസിക്കുവാണ്. പ്രതാപന്റെ അടുത്തോട്ട് രാജുവും ഹൃദയം വിഷമത്തോടെ വന്ന് നിൽക്കുക. പ്രതാപൻ ചോദിക്കുന്നു, എന്തു പറ്റി? അപ്പോഴേക്ക് ന്യൂസ് പിടിക്കുന്ന അംബികയും മകൻ വേതാളവും കൂടെ മുകളിൽ നിന്ന് എത്തി നോക്കുവാണ്. ഹൃദയ പറയാം, അച്ഛാ, അത് അല്പം മുമ്പൊരു കാര്യമുണ്ടായി. എന്ത് കാര്യം ഉണ്ടായെന്ന്? അപ്പോൾ ഹൃദയൻ രാജു റവന്യൂ ഇൻസ്പെക്ടർ വന്ന് നോട്ടീസ് ഒട്ടിച്ച കഥകളൊക്കെ പറയുവാണ്. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ അച്ഛാ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? നീതിയും ന്യായവും നമ്മുടെ ഭാഗത്തായതുകൊണ്ട് അന്തിമ വിജയവും നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും. എന്തു വന്നാലും നമുക്ക് നേരിടാം. പിന്നിപ്പോൾ അധികാരമോ ഭരണമോ അവർക്കാണ്. അവരന്വേഷിച്ച് വേണ്ടത് ചെയ്യട്ടെ. എന്തായാലും അവരാരെയും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. അംബിക മോനോട് പറയാം, സത്യം പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ അനന്തംപിള്ള എന്തിനാടാ നമ്മുടെ കളത്തിൽ കയറി കളിക്കുന്നത്? നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഈ മരമങ്കിക്ക് ആരാടാ അനുവാദം കൊടുത്തത്? അതിപ്പോൾ അയാളുടെ മുഖ്യ ശത്രുക്കൾ നമ്മളൊന്നും അല്ലല്ലോ അമ്മേ, അത് വല്യമ്മാവനും ഹൃദയല്ലയോ?
ഈ അനന്തംപിള്ള നമുക്കിട്ട് പണി തന്നിട്ട് നമ്മളെ എന്തിനാ അകറ്റി നിർത്തുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. കൊച്ചമ്മണി ഇരുന്നുകൊണ്ട് പറയുക, ഞാൻ ദുബായ് പോലീസിൻ്റെ കയ്യിൽ പിടിപെടാതെ രക്ഷപ്പെട്ടു വന്നത് എൻ്റെ ഭാഗ്യം. എൻ്റെ ദൈവമേ, അതൊന്നും ഇവരാരും അറിയരുതേ. ഈ സമയം ശ്രീലക്ഷ്മി ഹരീഷും കൂടെ പടക്കം കൊണ്ടുവന്ന് ആ വീടിൻ്റെ മുറ്റത്തിട്ട് പൊട്ടിക്കുക. കൊച്ചമ്മണി പേടിച്ചിട്ട് അയ്യോ മിസൈൽ വന്ന് വീഴുന്നേ. അല്ല, ഇവനാ നെറികെട്ട രുക്മിണിയുടെ തലതെറിച്ച മോനല്ലയോ? അല്ല, എവനെന്നാ ഈ പടക്കക്കട തുടങ്ങിയത്? പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് രാജുവും വേണുവേട്ടനും എല്ലാവരും അകത്തുനിന്ന് ഓടി പുറത്തോട്ട് വരുവാണ്. രാജു ദേഷ്യത്തോടെ ചോദിക്കുന്നു, എന്താടാ ഇതൊക്കെ? നിന്റെ വീട്ടിൽ കത്തിക്കാൻ എന്താടാ നിന്റെ തള്ള സമ്മതിക്കത്തില്ലയോ? ഈ വീടിപ്പം ഞങ്ങളുടേതാടാ, അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാടാ ഈ പടക്കം ഞാൻ പൊട്ടിക്കുന്നത്. രാജു വിട്ടുകൊടുക്കുവോ? ഈ വക പടക്കക്കെട്ടും കൊണ്ടൊന്ന് ഈ വീട്ടോട്ട് വരണ്ട, നിന്റെ വീട്ടിൽ പോയി കത്തിയിരടാ. അഹങ്കാരിയായ ശ്രീലക്ഷ്മി പറയാം, ഇതേ ഞങ്ങളുടെ വീടാ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. സങ്കടത്തോടെ രാധം പറയാം, നിന്നെയും ഹരീഷിനെയും ഞങ്ങൾ വീടടച്ച് പിണ്ണം വെച്ചിട്ടില്ല മോളെ. നിങ്ങളല്ലേ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നത്? നിങ്ങൾ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും ഇറക്കണ്ട, 10 ദിവസത്തിനകം ഇറങ്ങണമെന്നാ കളക്ടറുടെ ഓർഡർ. വിവരദോഷിയായ രുക്മിണിയുടെ മകൻ ഹരീഷ് പറയാം, നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നേരത്തെ ഇറങ്ങാം. എടാ ഹരീഷേ, അതേ ഞങ്ങൾക്കുള്ളടാ അഭിമാനവും അന്തസ്സും. അതൊന്നും ഇതുവരെയും ആരുടെയും മുന്നിൽ പണയം വെച്ചിട്ടുമില്ല. വേണുവേട്ടൻ പറയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെ മുന്നിലും ഇതുവരെയും തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ആ നച്ചൂലം കൊച്ചമ്മണി അവിടെ നിന്ന് ചിന്തിക്കുക, തന്ത്രപൂർവ്വം ഇതൊന്ന് പെരുപ്പിക്കണം, അതിനെന്താ ഒരു മാർഗം? വേണ്ട ഹരീഷ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ നോക്ക്. പ്രിയ അങ്ങനെ പറഞ്ഞപ്പോൾ ഹരീഷ് പറയാം, ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാ. എടാ ഹരീഷേ, പണ്ടിത് നിങ്ങളുടെ വീട് തന്നെയായിരുന്നു. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ കൃത്യമായിട്ട് വാടകയും തന്നാണ് താമസിച്ചത്. എന്നിട്ട് നിങ്ങൾ ഗുണ്ടായുസം കാണിച്ച് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടു. അതൊരുമാതിരി അപമാനിക്കുന്ന പണിയായിരുന്നു. ഞങ്ങൾ മനുഷ്യരല്ലേ, നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇല്ലെങ്കിലും ഞങ്ങൾക്കില്ലേടാ അഭിമാനം. അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടെ എലിയെ കൊല്ലാൻ ഇല്ലത്തിന് തീ വച്ചതുപോലെ ഈ വീട് വടിവാള് ഭാസ്കറിന് വിറ്റു. വടിവാള് ഭാസ്കറിന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ലാഭം കൊടുക്കാതെ ആ വീട് ഞങ്ങൾ അങ്ങ് വാങ്ങി. പിന്നെ നിന്റെ അമ്മയും അവനും കൂടി നടത്തിയ ഗൂഢാലോചന കൊണ്ട് ആ വീട് ഞങ്ങൾക്ക് തരാൻ ഒരല്പം മടി കാണിച്ചു. വേണുവേട്ടൻ പറയാം, എടാ നീ കേട്ടിട്ടില്ലേ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന്? അതുകൊണ്ട് അവൻ കാണിച്ച ഗുണ്ടായുസത്തിന് ഡബിളായിട്ട് ഞങ്ങളും കാണിച്ചു ഗുണ്ടായുസം. കൊച്ചമണി കുറേ നേരം ആലോചിച്ചപ്പോൾ കിട്ടിയതാ. മോനെ, ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. നമ്മളൊക്കെ ബന്ധുക്കളല്ലേ മോനെ? ഹരീഷ് കളിയാക്കി പറയാം, ബന്ധുക്കളോ? അതൊക്കെ അങ്ങ് കഴിഞ്ഞ ഒരു കാറ്റിലങ്ങ് പറന്നുപോയി വല്യമ്മേ. ഇപ്പോഴാണെങ്കിലേ ബദ്ധ ശത്രുക്കളാ. ഇനി മുതൽ മരണം വരെ അതങ്ങനെ തന്നെ അങ്ങ് ആയിരിക്കുകയും ചെയ്യും. രാജു ചോദിക്കാം, അതായിരിക്കട്ടെ, നീയും ഭാര്യയും കൂടി ഈ മുറ്റത്ത് വന്ന് പടക്കം പൊട്ടിച്ച് കളിക്കുന്നത് എന്തിനാ? വസ്തു ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ഭാസ്കറിന്റെ അടുത്തു നിന്നല്ലേ? വാസ്തവത്തിൽ പരാതിക്കാരൻ അയാളല്ലേ? അഹങ്കാരത്തോടെ ഹരീഷ് പറയാം, ഭാസ്കറിനോ? അയാൾ ഞങ്ങളുടെ ബിനാമിയാടാ. ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ ബിനാമിയെ വെച്ച് കളിച്ചത് ഞങ്ങളെ തോൽപ്പിക്കാനായിരുന്നോ? അപ്പോഴാ കളി തോറ്റതുകൊണ്ടാണ് ഇപ്പൊ കളക്ടറെ വെച്ചുള്ള കളി. ആരാടാ ഇതിന്റെയൊക്കെ പിന്നിൽ? എന്തായാലും നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇത്രയ്ക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. വലിയ പ്രതീക്ഷയോടെ ഹരീഷ് പറയാം, ഉണ്ടടാ, ഈ വീട് തിരിച്ച് ഞങ്ങളുടെ കയ്യിലാകുന്നവരെ ഞങ്ങൾ ഈ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കും. നിന്റെ മത്സരമൊക്കെ അങ്ങ് പടിക്ക് പുറത്തു നിന്ന് ഈ മുറ്റത്തുനിന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, ചവിട്ടി കൂട്ടും ഞാൻ. എന്നാ ചവിട്ടി കൂട്ടടാ എന്ന് പറഞ്ഞ് ഹരീഷ് രാജുവിന്റെ മുമ്പിലോട്ട് നീങ്ങുമ്പോൾ രാജു ഒരു തള്ളു തള്ളുന്നു. വിളിച്ചോണ്ട് പോടി നിന്റെ ഭർത്താവിനെ, അല്ലെങ്കിൽ പിന്നെ താണ്ട് ഇവനെ പെറുക്കിക്കൊണ്ട് പോകാനേ ചാക്കും കൊണ്ട് നീ വരേണ്ടി വരും. ശ്രീലക്ഷ്മി വാസിയോടെ പറയാം, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുന്നതേ ഉള്ളു. വാ ഹരീഷെ എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി ഹരീഷിനെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. രാധമ്മ ഋതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഋതിക പറയാം, അവൻ പടക്കം പൊട്ടിക്കോ ബോംബ് പൊട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതിന് നമുക്കെന്താ? അതല്ല മോളെ, ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞാൻ മോളോട് പറഞ്ഞെന്നേ ഉള്ളു. എൻ്റെ രാധമ്മ ഒരു കാരണവശാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച വീടാത്, അവിടെ നമ്മൾ തന്നെ താമസിക്കും. നമ്മൾ ഒരു കാരണവശാലും തോറ്റു കൊടുക്കില്ല. രാധമ്മേ, അവിടെ വേണുവെങ്കിലില്ലേ, അങ്കിളിന്റെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുക്കാവോ? രാധമ്മ അങ്ങനെ വേണുവേട്ടനെ വിളിച്ച് ഫോൺ കൊടുക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് കൊച്ചമ്മണിയെ നിർത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. കൊച്ചമ്മണി ഇത്രമാത്രം വിഷമാണെന്ന് ഇവർക്കൊട്ട് അറിയത്തതുമില്ല. ഋതിക പറയുക, അങ്കിളെ, ഒരു കാരണവശാലും ഇതിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. നാളെ ഞാനും രാജുവും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഇത് ഉറപ്പാ അങ്കിളെ, അങ്കിള് സമാധാനമായിട്ടിരിക്കും. ശേഖരൻ അപ്പോൾ ഋതികയുടെ എടുത്തിട്ട് വന്നിട്ട്, എന്താ മോളെ ചെറിയച്ച, അവിടെ ഹരീഷും ശ്രീലക്ഷ്മിയും വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചെന്ന്. ആ രുക്മിണിയുടെ മോനല്ലേ അവൻ, അതും അതിനപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ചെറിയച്ച ഒരു കാര്യം, അമ്മയുടെ ഫോണിൽ നിന്നേ അച്ഛൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയച്ചൻ പേടിക്കണ്ട. എന്തായാലും അത് നന്നായി മോളെ, ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇതെന്ത് പ്രയോജനമോ? അംബിക മോനോട് പറയാം, എടാ, ആ കസേരയിൽ ഞാൻ ഇരുന്നത് കൊണ്ടാകാം എനിക്ക് ആ കസേര വിട്ടുകളയാൻ മനസ്സ് വരുന്നില്ല. ഒരു വല്ലാത്ത മോഹം. അമ്മേ, മന്ത്രി കസേര അങ്ങനെയാ, അതിലൊരിക്കൽ ഇരുന്നാലേ പിന്നെ അവിടം വിട്ട് പോരാൻ തോന്നില്ല.
അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കും, ഒരുമാതിരി അഡിഷൻ പോലെ. എടാ നിനക്കറിയില്ല, 10 ചുക്കാൻ ഉണ്ടാക്കാനേ ഇതിപ്പരം മാർഗം വേറെ ഒന്നുമില്ല. ഏതവൻ്റെയെങ്കിലും കാല് പിടിച്ചിട്ടായാലും നമുക്ക് ഈ ഇലക്ഷനിൽ ഒരു സീറ്റിനെങ്കിലും മത്സരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അധികാരമോഹൻ തലയ്ക്ക് പിടിച്ച് അമ്മയും മോനും പിന്നെയും അനന്തംപിള്ളയോട് കൈകോർക്കുവാണോ അതോ അനന്തംപിള്ളയെ ശത്രുവായി കാണുവാണോ എന്നൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം. എന്തായാലും രാജുവിൻ്റെ വീടിൻ്റെ നേരെ കളക്ടർ ശാലിനി എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല. വിശദമായിട്ട് അന്വേഷിക്കാതെ കളക്ടർ എടുത്ത തീരുമാനം തെറ്റായെന്ന് കളക്ടർക്ക് തന്നെ തോന്നും. അതുകൊണ്ട് ഇനി രാജുവിൻ്റെ കുടുംബത്തിനോടും പ്രതാപൻ്റെ കാര്യത്തിലും കളക്ടർ ശാലിനി ആത്മാർത്ഥതയോടെ നടപടികൾ എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.